നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റക്കാണോ? അന്യഗ്രഹ ജീവികൾ ശരിക്കുമുണ്ടോ? 1977 ഈ ചോദ്യങ്ങൾക്ക് വാനശാസ്ത്രജ്ഞർക്ക് ഒരു മറുപടി ലഭിച്ചു. ഭൂമിക്ക് പുറത്തുനിന്നും കൃത്യമായി പറഞ്ഞാൽ ധനുരാശിയിലെ ഒരു നക്ഷത്ര സമൂഹത്തിൽ നിന്ന് ഒരു സിഗ്നൽ നമ്മുടെ റേഡിയോ ടെലസ്കോപ്പിൽ പതിഞ്ഞു. 1977 ഓഗസ്റ്റ് 15 ഒഹായോ സർവകലാശാലയിലെ ബിഗ് ഇയർ ടെലസ്കോപ്പിലേക്ക് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സിഗ്നൽ എത്തി. വെറും 72 സെക്കൻഡ് മാത്രം നീണ്ടുനിന്ന ഒരു റേഡിയോ തരംഗം. ഇത് പരിശോധിച്ച ശാസ്ത്രജ്ഞനായ ജെറി യഹ്മാൻ അത്ഭുതപ്പെട്ട് ആ ഡാറ്റ പ്രിന്റ് ഔട്ടിന് മുകളിൽ ചുവന്ന പേന കൊണ്ട് ഒരൊറ്റ വാക്ക് എഴുതി വെച്ചു. അങ്ങനെയാണ് ഇതിന് വാവ് സിഗ്നൽ എന്ന് പേര് വന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 72 സെക്കൻഡ് സിഗ്നൽ ഇത്ര വലിയ സംഭവമായത്? കാരണം പ്രകൃതിദത്തമായി ഉണ്ടാക്കുന്ന റേഡിയോ തരംഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഇത്. കൃത്യമായ ഫ്രീക്വൻസിയിലുള്ള ആരോ മനഃപൂർവ്വം അയച്ചതുപോലുള്ള ഒരു സിഗ്നൽ, മറ്റൊരു നക്ഷത്രത്തിൽ നിന്ന് ഒരു ഭൂമിയെ ലക്ഷ്യമാക്കി വന്നതുപോലെ. പ്രപഞ്ചത്തിലെ ഏറ്റവും ആധുനികമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രം അയക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു അത്. ഏറ്റവും വലിയ നിഗൂഢത അതല്ല, ആ 72 സെക്കൻഡിന് ശേഷം കഴിഞ്ഞ 50 വർഷമായി ശാസ്ത്രജ്ഞർ അതേ ദിശയിലേക്ക് ആയിരക്കണക്കിന് തവണ ടെലസ്കോപ്പുകൾ തിരിച്ചു വെച്ചു കാത്തിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും ആ സിഗ്നൽ വീണ്ടും കേട്ടിട്ടില്ല. അതേതെങ്കിലും അന്യഗ്രഹ ജീവികളുടെ പേടകം നമ്മുടെ ഭൂമിയെ കടന്നുപോയപ്പോൾ അബദ്ധത്തിൽ പതിച്ചതാണോ? അതോ അവർ നമുക്ക് തന്നൊരു സൂചനയായിരുന്നോ? ശാസ്ത്രലോകത്തിന് ഇന്നും ഇതിന് കൃത്യമായ മറുപടിയില്ല. ഇന്നും ബഹിരാകാശത്തെ ഏറ്റവും വലിയ രഹസ്യമായി വാവ് സിഗ്നൽ തുടരുന്നു. അന്യഗ്രഹ ജീവികൾ നമ്മളോട് സംസാരിക്കാൻ ശ്രമിച്ചതാണോ അത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇതിവിടെ അവസാനിക്കുന്നു. വീഡിയോ ഫലപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.